ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമാണ് ഇന്ത്യ. 1.46 ബില്യൺ. ഗവൺമെന്റ് കണക്കുകൾ പ്രകാരം 30% ആൾക്കാർ ഇന്ത്യയിൽ അമിതവണ്ണവും ഫാറ്റി ലിവറും ഉള്ളവരാണ്. ഈ ഫാറ്റി ലിവർ എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ മെഡിക്കൽ ടേം മാഫിൽഡ് എന്നാണ്, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ്. അപ്പോൾ ഈ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ശരീരഭാരം BMI 23 മുകളിലാണ്, പുരുഷന്മാരാണെങ്കിൽ അരവണ്ണം 95 സെന്റിമീറ്റേഴ്സിന് മുകളിൽ, സ്ത്രീകളിൽ 85, പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ലെവൽസ് അബ്നോർമൽ. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ആണ്. ഇതിനൊപ്പം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഒരു ഓൾട്ടറേഷനും വരുത്താതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവർ എന്നുള്ള അവസ്ഥ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് അഥവാ ഇൻഫ്ലമേഷൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കരൾ വീക്കം എന്ന് പറയും. ഈ കരൾ വീക്കം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ ഈ ഫാറ്റി ലിവറും കരൾ വീക്കവും റിവേഴ്സിബിൾ ആണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ലൈഫ് സ്റ്റൈൽ ഓൾട്ടറേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെയുള്ള അവസ്ഥ ഡേഞ്ചറസ് ആണ്. ഈ കരൾ വീക്കം വന്ന ലിവർ ഫൈബ്രോസിസ് എന്ന അവസ്ഥയിലേക്ക് പോയി ലിവർ സിറോസിസ് ആയി മാറാം. അപ്പം നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് ആൾക്കാർക്ക് ദേ ആർ അറ്റ് റിസ്ക് ഫോർ ലിവർ സിറോസിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലിവർ സിറോസിസ് ഇസ് എ നമ്പർ 1 റിസ്ക് ഫാക്ടർ ഫോർ ലിവർ ക്യാൻസർ. ഇതൊരു സീരിയസ് പ്രോബ്ലമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആസ് സിറ്റിസൻസ്, ഗവൺമെന്റ് ആയാലും ഫുഡ് ഇൻഡസ്ട്രി ആയാലും നമ്മളൊരു കൺസ്യൂമർ ആയിട്ടാണ് കാണുന്നത്. നമ്മളൊരു വി ആർ ജസ്റ്റ് മോർ ദാൻ എ കൺസ്യൂമർ. നമുക്ക് നമ്മുടെ റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് വൺ റെസ്പോൺസിബിലിറ്റി ഈസ് ടു റിമെയിൻ ഹെൽത്തി. അപ്പം ഈ ഫാറ്റി ലിവറും ഇൻഫ്ലമേഷനുള്ള അവസ്ഥയും കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു മെയിൻറ്റെയിൻ ഐഡിയൽ ബോഡി weight. We have to eat right. Food is very important, but we have to eat right. മിതമായിട്ട് ഭക്ഷണം കഴിക്കണം, കാർബോഹൈഡ്രേറ്റ് അധികം കഴിക്കരുത്, ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റ് കഴിക്കണം. ആൻഡ് ദർ ഷുഡ് ഓൾവേസ് ബി ആക്ടിവിറ്റി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നാച്ചുറൽ മൂവ്മെന്റ് ആണ്. ടേക്ക് എവറി ഓപ്പർച്യൂണിറ്റി ടു വാക്ക്, സൈക്കിൾ, യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ നാച്ചുറൽ മൂവ്മെന്റ് ഉണ്ടാവും. സോ as the new year is approaching, as a surgeon, എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, let us take a resolution to stay healthy, because as you all know, health is wealth and we have to take care of ourselves. Happy New Year.